നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമർശനങ്ങളും പരിഹാസങ്ങളും സ്വന്തം പാർട്ടിയിലുള്ളവർ തിരിഞ്ഞു നിന്ന് പച്ചത്തെറി വിളിച്ചിട്ടും കസേരയിൽ നിന്ന് ഇറങ്ങാതെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എന്നാൽ വൻപൻ ടിസ്റ്റുകളാണ് ഇപ്പോൾ BJPയിൽ ഒരുങ്ങുന്നത് എന്നാണ് വിവരങ്ങൾ. കെ സുരേന്ദ്രനെ മറിച്ചിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തും എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇതോടുകൂടി തന്നെ ഇപ്പോൾ പാർട്ടിയിൽ സുരേന്ദ്രപക്ഷം ഇളകിയിരിക്കുകയാണ്. സുരേന്ദ്രന് അധ്യക്ഷ കസേരയിലേക്ക് വേറെ ആരെ വേണമെങ്കിലും കൊണ്ടുവന്നു, എന്നാൽ ശോഭ വരരുത്. അതാണ് കെ സുരേന്ദ്രന്റെ ആവശ്യം. അതിനുവേണ്ടിയുള്ള പണികളും സുരേന്ദ്രപക്ഷം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. BJPയിൽ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും കേരള BJPയെ മുൻപോട്ട് കൊണ്ടുപോകാനും മികച്ച രീതിയിൽ എത്തിക്കാനും സുരേന്ദ്രൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല. എന്നാൽ ശോഭാ സുരേന്ദ്രനാകട്ടെ അവരെ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലികളും ഭംഗിയായി നിർവഹിക്കുന്ന, എല്ലാം കൃത്യതയോടെ കൊണ്ടുപോകാനുള്ള ഒരു മനക്കരുത്തും ശോഭാ സുരേന്ദ്രനുണ്ട്. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തന്നെ, പ്രത്യേകിച്ച് BJPയുടെ അണികൾക്കിടയിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടിയുള്ള മുറവിളി ഉയരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ BJPക്കാർ തന്നെ വിളിച്ച, അവർ തന്നെ പലയിടങ്ങളിലായി ഉയർത്തിയ ഒരു കാര്യമാണ് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അടിയേറ്റിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രന്റെ മൂട്ടിൽ ആണി അടിച്ച ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതോടുകൂടി സുരേന്ദ്രപക്ഷം ഇളകിയിരിക്കുകയാണ്. ഇനി അവരുടെ എന്തായാലും സുരേന്ദ്രന്റെ കസേര പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സംസ്ഥാന അധ്യക്ഷ പദവി കൂടി പിടിക്കാൻ സുരേന്ദ്രൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാം കാര്യങ്ങൾ കൈവിട്ടുപോയി. പക്ഷേ തനിക്ക് പിന്നാലെ പ്രളയം എന്ന് പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ട് ഇറങ്ങാനാണ് സുരേന്ദ്രന്റെ തീരുമാനം. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരരുത്. അതിനുവേണ്ടിയുള്ള തൊട്ടിത്തരങ്ങൾ സുരേന്ദ്രനും കൂട്ടരും തുടങ്ങി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയാകുകയാണ്. സുരേന്ദ്രനെ ഉടൻ മാറ്റും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് താഴെത്തട്ടിൽ തുടക്കം കുറിച്ചിരിക്കെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിന് അനൗപചാരിക ചർച്ചകളും സമവായ സാധ്യത തേടലും തുടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ തന്നെയാകും അധ്യക്ഷൻ എന്ന സൂചനയാണ് അണികൾക്ക് കെ സുരേന്ദ്രൻ നൽകുന്നത്. ഇതിനിടെയാണ് പുതിയ വിവരങ്ങൾ. പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ സജീവ ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ കോണുകളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ബൂത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് BJPയിൽ നടക്കുകയാണ്. അതിനുശേഷം മണ്ഡലം, ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ജനുവരി അവസാനമാകും. ഫെബ്രുവരിയോടെ മാത്രമേ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേൽക്കൂ. ഇതിൽ സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതൃത്വം നോമിനേറ്റ് ചെയ്യും. സമാനമായി ജില്ലാ അധ്യക്ഷന്മാരെയും നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എത്തിയ ശേഷമേ ജില്ലാ പ്രസിഡന്റുമാർ ഉണ്ടാകൂ. തെരഞ്ഞെടുപ്പെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ തലത്തിലും സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായ MT രമേശിന് അനുകൂലമായി സമവായം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം പാർട്ടി ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ വരുമെന്നാണ് സൂചനകൾ. രമേശിന് അനുകൂലമായി അന്തിമഘട്ടത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടായില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വരാം. ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം, സംഘടനാ പാടവവും MT രമേശിന് അനുകൂലമായ ഘടകങ്ങളാണ്. മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തിയത് ശോഭാ സുരേന്ദ്രന് തുണയാകുമെന്നും പറയപ്പെടുന്നു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പ്രധാന സംഘടനാ പദവികൾ ലഭിച്ചേക്കും. സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമാക്കി പാർട്ടിയിൽ ചരടുവലികളുണ്ട്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ ആരാകണമെന്നതിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കുക. ആരധ്യക്ഷനാകുന്നതാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുക എന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം അവരുടേതായ വിവരശേഖരണവും വിലയിരുത്തലും നടത്തുന്നുണ്ട്. കേരളത്തിലെ RSS നേതൃത്വവുമായും ചർച്ച നടത്തും. ഇതിനുശേഷമാകും അന്തിമ തീരുമാനം. RSS തീരുമാനവും അതിനിർണായകമാകും. കേരള BJPയിൽ വൻ പൊളിച്ചുപണി നടക്കുമെന്നാണ് സൂചനകൾ. സംസ്ഥാനത്ത് 31 ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ സംസ്ഥാന കോർ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ ജില്ലാ കമ്മിറ്റികളുടെ എണ്ണം ഇരട്ടിയിലധികമാകും. 31 ജില്ലാ പ്രസിഡന്റുമാരും ഭാരവാഹികളും ഉണ്ടാകും. 10 ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ തിരിച്ചാണ് ഓരോ ജില്ലയാക്കുക. 5 ജില്ലകൾക്ക് 3 ജില്ലാ പ്രസിഡന്റുമാർ വീതമുണ്ടാകും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകൾക്കാണ് 3 ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കുക. കാര്യങ്ങളിലെല്ലാം ദേശീയ നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകും.
കൂടുതൽ ജില്ലാ കമ്മിറ്റികൾ എന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം തള്ളാനും സാധ്യതയുണ്ട്. ഇതിലും RSS തീരുമാനമാകും നിർണായകം. തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കലാണ് തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യം. എന്തായാലും സുരേന്ദ്രൻ അത്ര നല്ല അവസരങ്ങളല്ല, നല്ല സമയമല്ല ഇനി പാർട്ടിയിലുള്ളത് എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.